പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹേ, ചെപ്ലോസ്കി, ചെമ്മീൻ കണ്ണൻ, കുൾട്ടപ്പൻ എന്നീ പേരുകൾ എഴുതി നിറക്കിട്ടു. ഒടുവിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരുമിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? മിഠായി. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? എം.എൻ. വിജയൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകൾ ആയിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഇത് പറഞ്ഞത്? പൊൻകുന്നം വർക്കി. ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോക കാര്യങ്ങൾ വരെ പറയുമായിരുന്നു. വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത്, അതിന് അപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ്? തകഴി ശിവശങ്കരപ്പിള്ള. നോബൽ സമ്മാനം നേടിയ മഹ്ഫൂസ്, ടോണി മോറിസൺ ഇവരെക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുള്ള കലാകാരനാണ് ബഷീർ. കൊച്ചു കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹം സ്വീഡിഷ് അക്കാദമിയിൽ എത്തിപ്പെട്ടില്ല എന്നേയുള്ളൂ. ബഷീറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? എം. കൃഷ്ണൻ നായർ. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കൽ ആണ്. ചെറിയ വാക്കുകൾ ആയാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക്. ഇത് ആരുടെ വാക്കുകളാണ്? ഒ. വി. വിജയൻ. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പൊളിച്ച ഫലിതം ആയിട്ടില്ല. ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തരത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? എൻ. പി. മുഹമ്മദ്. ജീവിതത്തിൽ ഓടകളിലും മേടുകളും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായി നടന്നിട്ടുള്ളൂ. അധികൃതമായും അനധികൃതമായും ആരെങ്കിലും വെച്ചു കെട്ടിയ അലങ്കാരങ്ങളും മേൽ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തനിമയെ ബാധിച്ചിട്ടില്ല. ഇത് ആരുടെ വാക്കുകളാണ്? എം. ടി. വാസുദേവൻ നായർ. വെളിച്ചത്തിന് എന്ത് വെളിച്ചം ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകം ആണ് ഇത്? ആരാണ് ഇത് പറയുന്നത്? എൻ്റെ ഉപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായകനായ നിസാർ അഹമ്മദിന്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ആണ് ഈ പ്രയോഗം പറയുന്നത്. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു, ബാല്യകാല സഖി. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവിയാണ്? ആന. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനി പകർപ്പാണ് എന്ന പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം. കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്ത് രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നനെ ദൈവമായി മാറുന്ന അത്ഭുത കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? 2009 ജനുവരി 1. നുപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ്? കുഞ്ഞു പാത്തുമ്മ. ബഷീർ ചുരുക്കി പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്നു.
ആറ്റിക്കുറുക്കി പണിക്കുറവ് തീർത്ത്. ഇങ്ങനെ ബഷീറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. ഉപ്പാപ്പയ്ക്ക് രാനി ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? അഹമ്മദ് നിസാർ. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? സാറാമയും കേശവൻ നായരും. പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ആ കൃതി ഏതാണ്? ഒരു മനുഷ്യൻ. ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനിയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈടുവകുപ്പുകൾ പരിശോധിച്ചപ്പോൾ നിരവധി വിലപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ കണ്ടുകിട്ടി. അതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു. ബഷീർ എഴുതിയ ആ കവിത ഏതാണ്? അനശ്വര പ്രകാശം. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. ഉപ്പുപ്പാന്റെ കൊയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതി മറുപടിയായി വന്ന പുസ്തകമാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. ഈ പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? EM അഷറഫ്. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിന്റെ അത്യപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? പുനലൂർ രാജൻ. ഒറ്റക്കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ മുത്തപ്പ, പൊൻകുരിശു തോമ, ആനവാരി രാമൻ നായർ. ഇതൊന്നും ആപേക്ഷ സ്വരത്തിൽ പറയുന്നതല്ല, അവരുടെ വിവരണവുമായി തീർന്നിരിക്കുകയാണ്. ഞാൻ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. എന്നാൽ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. തല തോർത്തി മുണ്ടുമാറ്റി പനി പിടിക്കും. ഈ ശാസനയും അഭിപ്രായ പ്രകടനത്തിലും അയാളുടെ പ്രണയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയെ ഇങ്ങനെ വിലയിരുത്തിയത് ആരാണ്? കെ കേളപ്പൻ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ്. ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീവച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. ബഷീർ 1939 ഇങ്ങനെ എഴുതിയ ഒരു കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല, ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിൽ ആവുകയും ചെയ്തു. ഈ കഥയുടെ പേര് എന്തായിരുന്നു? അധ്യാപകൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ബാബി ബഷീറിന്റെ എടിയെ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? താഹ മാടായി. ഉമ്മ ഞാൻ ഗാന്ധിനെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവെക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? കടുവാക്കുഴി. മനുഷ്യകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടി വിശേഷണങ്ങളിൽ ആയിരിക്കുമല്ലോ വൃക്ഷങ്ങൾ. ശിങ്കിടി മുങ്കനിലെ ബഷീറിന്റെ രചന അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും ഈ വാക്കിൽ നിന്നാണ്. പ്രകൃതി സ്നേഹത്തിന്റെ മഹാത്മാഗാഥയായ ഈ രചനയുടെ പേരെന്താണ്? വൃക്ഷങ്ങൾ. ബഷീർ അന്തരിച്ച വർഷം 1994 ജൂലൈ 5. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? യാ ഇലാഹി.